അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച അംബികയുടെയും സതീഷിന്റെയും മൃതദേഹം സംസ്കരിച്ചു. സതീഷ് കൊല്ലപ്പെട്ടത് കാട്ടാനയുടെ ചവിട്ടേറ്റാണെന്നും അംബികയുടേത് രക്ഷപ്പെടുന്നതിനിടെയുള്ള മുങ്ങിമരണമാണെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇരുവരുടെയും കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ വീതം കൈമാറി. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ അത് പ്രധാനമായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇത് കാട്ടാനാക്രമണമാണോ എന്ന് സ്ഥിരീകരിച്ച് പറയാൻ വനംവകുപ്പ് തയ്യാറായിരുന്നില്ല. അതിനിടയിലാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത്. സതീഷിന് നേരെ ക്രൂരമായ അല്ലെങ്കിൽ വലിയ ആക്രമണം ആനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അംബികയുടെ കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളടക്കം എന്താണ്? ടി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാട്ടാനാക്രമണം ഉണ്ടായ അതിനുശേഷം ആദ്യ വിവരം വനംവകുപ്പ് പുറത്തുവിട്ടത് ഇതിൽ ചില ദുരൂഹതകളുണ്ട് എന്ന തരത്തിലാണ്. കാട്ടാനാക്രമണമാണെന്ന് സ്ഥിരീകരിക്കാൻ വനംവകുപ്പ് തയ്യാറായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം കഴിയട്ടെ എന്നൊരു നിലപാടിലായിരുന്നു വനമന്ത്രി അടക്കമുള്ളവർ ഉണ്ടായിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഈ പ്രധാനമായും സതീഷിന്റെ ഇത് ആനയുടെ ആക്രമണത്തിൽ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിൽ ഈ ആനയുടെ അടിയേറ്റ് സതീഷ് നിലത്ത് വീഴുന്നു. ആ സമയത്ത് ഈ വാരിയിൽ ഒടിഞ്ഞ് ലെൻസിൽ കയറിയതിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിലേക്ക് വഴിതെളിച്ചതെന്നുള്ളതാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആനയുടെ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് സതീഷിന് എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അംബികയുടെ കാര്യത്തിൽ അംബികയുടേത് മുങ്ങിമരണമാണ്. ആനയെ കണ്ട് പേടിച്ചോടുന്നതിനിടയിൽ പുഴയിൽ വീണ് മുങ്ങി മരിക്കുകയായിരുന്നു അംബിക എന്നുള്ളതാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്ന കാര്യം. എന്തായാലും രണ്ടുപേരുടെയും മൃതദേഹം നിലവിൽ ഈ വാഴച്ചാൽ ഉന്നതിക്ക് സമീപമുള്ള ഇവരുടെ തന്നെ ശ്മശാനത്തിൽ സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാത്രി അല്പം വൈകിയാണ്, അതായത് 6 മണിക്കുള്ളിൽ ചടങ്ങുകൾ തീർക്കാനായിരുന്നു ശ്രമിച്ചിരുന്നെങ്കിൽ പോലും ഈ അംബികയുടെ മൃതദേഹം തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലാണ് ഈ പോസ്റ്റ്മോർട്ടം അടക്കം പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം എത്തിക്കുന്നതിൽ ഒരു താമസമുണ്ടായി. അതിനുശേഷം 7:30 കൂടി പിന്നീട് ഈ വീട്ടിൽ നിന്ന് മൃതദേഹം ഈ മേഖലയിലേക്ക് ശ്മശാനത്തിലേക്ക് എത്തിക്കുകയും അല്പം മുമ്പാണ് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്തത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഈ 2 വീടുകളിലും നേരിട്ടെത്തി അടിയന്തര ധനസഹായമായ 5 ലക്ഷം രൂപ വീതം ഈ കുടുംബങ്ങൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ അതിരപ്പള്ളി പഞ്ചായത്തിൽ ജനകീയ ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടി കെ ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്.